വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. എൻ്റെ അമ്മച്ചി പല പച്ചക്കറികൾ കൊണ്ട് തീയൽ ഉണ്ടാക്കാറുണ്ടായിരുന്നു. എല്ലാം തന്നെ വളരെ നല്ല രുചിയുള്ള തീയലുകളായിരുന്നു. പക്ഷേ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മച്ചിയുടെ ഉള്ളിത്തീയലായിരുന്നു. അതാണ് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളിത്തീയലിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത്: ഉള്ളി 1 പൗണ്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ അത് വാട്ടുമ്പോൾ നമുക്കിടാൻ വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളക് ഞാൻ 2ആയിട്ട് പുലർന്നത്, അത് 2 തണ്ട് കറിവേപ്പില, നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ, അര ടീസ്പൂൺ മഞ്ഞളും ഞാൻ ഈ ഉള്ളി വാട്ടുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ വറക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ: തേങ്ങ, ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ, ഒരു തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിരിക്കുന്നതാണ്. അത് ഞാൻ ഫുഡ് പ്രോസസ്സറിലിട്ട് പൊടിച്ച് അത് ഒരേ സൈസിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വറക്കാൻ വളരെ എളുപ്പമുണ്ട്. അത് ഈക്വലായിട്ട് നമുക്ക് വറുത്തെടുക്കുകയും ചെയ്യാം. പിന്നെ തേങ്ങ വറക്കുമ്പോൾ ചേർക്കുന്നതിന് വേണ്ടി മല്ലി, ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഒരു 6 ഉണക്കമുളക് 2ആയിട്ട് ഞാനത് മുറിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ തേങ്ങ വറക്കുമ്പോൾ തീയലിന് ഏറ്റവും രുചികരമാകുന്ന 2 സാധനങ്ങളാണ് നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ആഡ് ചെയ്യുന്ന കറിവേപ്പില. ഞാനൊരു 6 തണ്ട് കറിവേപ്പിലയോളം ഞാൻ അതെടുത്ത് ഇലയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ ഈ തേങ്ങയിലിട്ട് വറുത്താൽ തീയലിന് വളരെ ഫ്ലേവർ ആയിരിക്കും എന്ന് എൻ്റെ അമ്മച്ചി എന്നെ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു സംഗതിയാണത്. അത് വളരെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ആദ്യം ഞാൻ തേങ്ങ വറക്കാൻ പോവുകയാണ്. തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു നല്ല കട്ടിയുള്ള ഒരു ചട്ടി, ഞാനിത് തേങ്ങ വറുത്തും എണ്ണയിലുണ്ടാക്കുന്ന സാധനങ്ങൾ ഒക്കെ വളരെയധികം പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് നല്ല മയമുള്ള ഒരു ചട്ടി ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാനിപ്പം എണ്ണ ഒട്ടും ഞാനിത് ഒഴിച്ചിട്ടില്ല. എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്കിത് വറുത്തെടുക്കാം. പിന്നെ അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് വരികിൽ മാത്രം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ കറിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ആണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ ഇളക്കണം. കോൾമല്ലി ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. മല്ലിപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഉപയോഗിച്ചാലും മതി. പിന്നെ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന്. ഈ തേങ്ങയിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് ഇളക്കി മൂപ്പിച്ചിട്ട് ഒരുമാതിരി മൂക്കാറായിട്ടുണ്ട്. എല്ലാം ഒരേ പരുവത്തിലാണ് മൂത്ത് വരുന്നത്. സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ആ തേങ്ങ ആ ചട്ടിക്കകത്ത് കിടന്നങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് അങ്ങ് മാറ്റിയാലും കുഴപ്പമില്ല. ഉള്ളി വാട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഈ മൺചട്ടിയിൽ തന്നെയാണ് ഞാൻ കറി വെക്കാനായിട്ട് പോകുന്നത്. ഈ ചട്ടി വെച്ച് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഉള്ളി, പച്ചമുളകും കറിവേപ്പിലയും കൂടെ തന്നെ ഇതിൽ അങ്ങ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വാട്ടണം. ഇതിൽ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഒരുമാതിരി വാടി വരുന്നുണ്ട്. ഇനി മേ ബി ഒരു 2 മിനിറ്റും കൂടെ വാട്ടിയാൽ മതി. ഇപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ച്
ഗോതമ്പ് ഒരു 1/2 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇതിൽ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഒരു 1 മിനിറ്റ് ഞാനൊന്ന് സ്റ്റീം ചെയ്യുന്നുണ്ട്, ഒന്ന് വേകാൻ വേണ്ടി. ഈ സമയത്ത് ഞാൻ തേങ്ങ അരച്ചെടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ മൂടി വെച്ച് ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാനൊന്ന് വെക്കുന്നുള്ളൂ. ഉള്ളിയിൽ ചേർക്കാനുള്ള തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നെയ്യ് പോലെ ഇത് അരഞ്ഞ് വന്നിട്ടുണ്ട്. എപ്പോഴും അമ്മച്ചി പറയും നമ്മൾ കറിക്ക് നല്ല രുചി വേണമെന്ന് വരികയിൽ തേങ്ങ നന്നായിട്ട് നല്ല നെയ്യ് പോലെ അരച്ചെടുക്കണമെന്ന്. ഇത് ഞാൻ കറിയിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഉള്ളി ഞാൻ ഒരു മിനിറ്റ് മാത്രമേ സ്റ്റവിൽ വെച്ചിരുന്നുള്ളൂ, കാരണം അത് നന്നായിട്ട് വാടിയതായിരുന്നത് കൊണ്ട്. നമുക്കിതിലൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതിൽ ചേർക്കണം. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇത് നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം. കറി തിളയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. പിന്നെ ഇതിനാവശ്യത്തിന് ഉപ്പുണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കി, ഉപ്പ് പോരായെന്ന് വരിയിൽ നമ്മൾ സ്വല്പം കൂടെ ഇട്ട് കൊടുക്കുക, കൂടിപ്പോകരുത്. ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കണം. ഇത് ഞാൻ നല്ല ചൂടുവെള്ളത്തിലിട്ട് ഞെരടി പിഴിഞ്ഞ് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ആവശ്യത്തിന്, ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പുളി ചേർക്കുക. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കി, ഞാൻ 1 ടീസ്പൂൺ ഇട്ടതാണ്. ഒരു 1/2 ടീസ്പൂൺ കൂടെ വേണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ഒന്ന് സ്റ്റീം പോലെ ഒന്ന് വന്നാൽ മതി, ഒട്ടും തിളയ്ക്കരുത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കടുക് പൊട്ടിക്കണം. ഇനി ഞാൻ തീയലിന് കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. അതിന് ഞാനൊരു ചെറിയ തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി, അതിലേക്ക് ഞാൻ കടുക് ഇടുകയാണ്. ഇതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടെ ഇട്ട് മുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ കറിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ സ്റ്റൗ ഓഫാക്കി. കടുകിട്ട് കഴിഞ്ഞ് നമ്മൾ കറി ഒന്ന് മൂടി വെക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഫ്ലേവർ പോകാതിരിക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ള ഉള്ളിക്കറി റെഡി. ഇതിന് ആവശ്യത്തിന് ഉപ്പും എരിവും പുളിയും എല്ലാം നന്നായിട്ട് ഉണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. വളരെ ടേസ്റ്റുള്ള ഉള്ളിത്തീയലാണ് ഇത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ചേരുവകൾ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.